എന്റെ അമ്മയെ കാണണം. ഇപ്പൊ വേണ്ട മോളെ, അമ്മയ്ക്ക് തന്നെ എന്റെ അമ്മയെ കാണണം. എന്താ മോളെ, അച്ഛൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട, എനിക്ക് എന്റെ അമ്മയെ കാണണം. വിഷ്ണു ഏട്ടാ, ഞാൻ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവയ്ക്കോളാം. അതോർത്ത് വിഷ്ണു ഏട്ടൻ ടെൻഷൻ അടിക്കണ്ട. മോനെ, എത്ര ദിവസം ഇവിടെ കിടക്കണോന്ന് വല്ലതും മറ്റും ഒന്നും അറിയില്ല ശാരദാമ്മേ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതെന്നെ വലിയ സമാധാന. ഈശ്വര. അല്ല, നാളെ വീട്ടിൽ നിന്ന് വരുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരണോ? അമ്മ ഇനി എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ലേ? എന്നാ പിന്നെ രാവിലെ ഞാൻ കുറച്ച് കഞ്ഞിയും കൂടെ കൊണ്ടുവരാം. പൊടിയേരി കഞ്ഞിയും ചമ്മന്തി ആവുമ്പോ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. എന്നാ പിന്നെ സമയങ്ങളായിട്ട് നിങ്ങൾ ഇറങ്ങിക്കോ. പപ്പി, സത്യ വിളിക്കാം. വാ സത്യേ, നമുക്ക് നാളെ വന്ന് ചേച്ചിയമ്മയെ കാണാം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരില്ലെന്ന്. ഞാൻ എന്റെ അമ്മയെ കാണാതെ ഒരിടത്തേക്കും വരില്ല. മോളെ, നിർബന്ധം പിടിക്കാതെ. അമ്മയെ ഇപ്പൊ അവര് കാണിക്കില്ല. ഇല്ല, എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ വെറുതെ വാശി കാണിക്കല്ലേ മോളെ. ഇതിനുള്ളിലേക്ക് ആരും കയറ്റി വിടില്ല. അമ്മയെ റൂമിലേക്ക് മാറ്റുമ്പോ മൂക്ക് കാണാം. വരില്ലെന്ന് പറഞ്ഞാ വരില്ല. നിങ്ങൾ പൊക്കോ, ഞാൻ ഇവിടെ നിന്നോളാം. അമ്മേ, മോളെ, മോളെ അച്ഛൻ പറയുന്ന കേക്ക്. മോളെ, ഇവിടെ അങ്ങനെ നിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ പറയണേ. അതെന്താ മോള് മനസ്സിലാക്കാത്തെ? ഞാൻ പോകില്ലെന്ന് പറഞ്ഞാ പോകില്ല. നിനക്കെന്താ സത്യം പറഞ്ഞ മനസ്സിലാവില്ലേ? മോനെ, ഡോക്ടർ പറഞ്ഞാൽ അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. നിനക്കെന്താ അത്ര വാശി? എനിക്ക് എന്റെ അമ്മയെ കാണണം. ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. മോളിങ്ങി വന്നേ. വാ മോളെ. ശാരദാമ്മേ, വാ, അമ്മ, ശാരദാമ്മ ഒരു കാര്യം പറയട്ടെ. നല്ല കുട്ടിയല്ലേ. എനിക്ക് എന്റെ അമ്മയെ കാണണം. വന്നേ. ആശൻ എന്താ പറ്റിയേ? ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളല്ലേ. ഏട്ടറ്റമ്മ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ആശൻ കാണുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? ഞാൻ അപ്പോഴല്ലേ ദേഷ്യത്തില് അവളോട് ദേഷ്യപ്പെട്ടു പോയതാ. കാത്തിരുന്ന് കിട്ടിയത് അവളെ. അവൾക്ക് സങ്കടമായിട്ടുണ്ടാവും. നോട്ടെ, കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ അവളെ വിളിച്ചോളാം. ഞാനൊന്ന് വിളിച്ചാതിരുന്ന പിണക്കൊക്കെ അവൾക്ക് ഉണ്ടാവുള്ളൂ. അതല്ല ആശാനെ, എല്ലാ പ്രശ്നങ്ങളും കൂടെ ഒരു തലയിലേക്ക് വന്നു കയറുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിക്കും. അത് ശരി തന്നെയാ, പക്ഷെ നേരിട്ടല്ലേ നമുക്ക് പറ്റുള്ളൂ. എനിക്കറിയില്ല, എന്താണെന്നറിയില്ല. നീ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നവും കൂടി ഒരുമിച്ച് വന്നോണ്ടായിരിക്കും. എന്റെ മനസ്സ് പിടിച്ചോടത്ത് കിട്ടുന്നില്ല. കാര്യങ്ങളൊന്നും ശരിക്കും നടക്കുന്നുമില്ല. അതിന്റെ ഇടയിൽ അവളുടെ നിർബന്ധം കൂടി ആയപ്പോ എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഇവിടെ ഇപ്പോ ഏട്ടത്തേമ്മയായാലും ഏട്ടത്തേമ്മയുടെ വീട്ടുകാരായാലും ആശൻ എന്നൊരൊറ്റ വ്യക്തിയെ ആശ്രയിച്ചിട്ടാ അവരുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു ആശ്രയമായി കാണുന്നത് ആശാനെ തന്നെയാ. ആ ആശാൻ ഇങ്ങനെ നിയന്ത്രണം വിട്ടാൽ അവരെല്ലാം നിലയിലെ കയറ്റി വീണതുപോലെയാവും. എടാ, എല്ലാം എനിക്കറിയാം. പക്ഷെ നീ ഒന്ന് എന്റെ മാത്രം ചിന്തിച്ചു നോക്കിയേ. അവിടെ അമ്മ അച്ഛനെ എപ്പ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുക. എടാ, ഒരു വീട് പോലും എടുത്തിട്ടില്ല, അറിയോ? കേസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ കാര്യങ്ങളോ? ശാലിയുടെ അവസ്ഥ എങ്ങനെയായോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഓടിയിറന്ന് ഞാൻ വേണം നോക്കാൻ. കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. ഇടം വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാനിപ്പോ കടന്നു പോകുന്നേ. അതിനിടയിൽ അമ്മ ഇപ്പം വീട്ടിൽ നിന്ന് 2 വന്നുകൊണ്ട് വിളിക്കുക. ഞാൻ ഫോൺ എടുത്തില്ല. എന്തിനാ വിളിക്കണേ? എന്തെങ്കിലും പറയട്ടെ, എന്നെ കൊണ്ട് വിളിക്കാനായിരിക്കും. പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നെ ഇപ്പൊ അവിടെ വരയ്ക്ക് യാത്ര അയക്കണം. ശാലിയുടെ സഹായത്തിനായിട്ട് ഞാൻ ഇവിടെ നിൽക്കരുതല്ലോ, അതെന്നെ കാര്യം. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ.
അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോ ഞാൻ ദേഷ്യപ്പെടുന്നത്. എല്ലാവരോടും ക്ഷമിക്കുക എന്ന് പറയാതെ എനിക്ക് വേറെ വഴിയൊന്നുമില്ല. ആശാന്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. ഈ സമയത്ത് ആശാനെ സാമ്പത്തികമായി സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കാര്യം ആശാനെ അറിയില്ലേ, സമ്പാദ്യം തെറ്റായിട്ട് എഴുതാൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതെങ്ങനെ സ്വരുക്കൂട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് മാത്രം ഞാൻ പഠിച്ചിട്ടില്ല. അതിനൊട്ട് കഴിവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കാശിന് വേണ്ടി എൻ്റെ ആശാൻ ഓടേണ്ടി വരില്ലായിരുന്നു ആശാനെ. ആത്മാർത്ഥമായിട്ട് ഒരു നേരിൽ പോലെ നീ ഇപ്പൊ കൂടെ നിൽക്കുന്നില്ലേ, അത് തന്നെ ഇന്നത്തെ കാലത്തൊരു വലിയ കാര്യം തന്നെയാണ്. ജില്ലാ കളക്ടർ ശാലിനിയുടെ അഭാവത്തിൽ ഇനി മുതൽ ജില്ലയുടെ ഭരണം താൽക്കാലികമായി ഏറ്റെടുത്ത ADM ജോൺ അബ്രഹാം സാറിന് ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് ഹാർദവമായ സ്വാഗതം. സ്വാഗതം ചെയ്യുമ്പോൾ സാധാരണ പൂച്ചെണ്ട്, ബൊക്കെ ഇതൊക്കെയല്ലേ കൊടുക്കുന്നേ? ഇതിവിടുത്തെ ഒരു ആചാരമാ. ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഒക്കെ ഞങ്ങൾ അങ്ങ് നടത്തും. ഇതിപ്പോ ഡബിൾ സന്തോഷമല്ലേ വന്നിരിക്കുന്നത്. പ്രധാന ശത്രുവായ ശാലിനി വീണു. ആ സ്ഥാനത്തേക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് കടന്നു വരികയും ചെയ്തു. അപ്പൊ cheers. Cheers. ജോൺ സാറേ, ഇനി നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ജപ്തി നടപടികളോട് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ പറയും.